വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ജോബി ജോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ലിവർ സിറോസിസ് ആണ്. 2 പിഞ്ചു മക്കളുടെ പിതാവായ ജോബി ജോസിൻ്റെ ലിവർ വളരെ എമർജൻസി ആയിട്ട് മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. യാതൊരു വഴിയും ഈ കുടുംബത്തിന് മുൻപിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ 2 പിഞ്ചു മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് കരഞ്ഞുകൊണ്ട് കൈ നീട്ടി യാചിക്കുന്നത്. ഇപ്പോൾ ജോബിയുടെ അവസ്ഥ ബ്ലഡ് ഛർദ്ദിക്കുന്നൊരവസ്ഥയിലാണ്. വളരെ പെട്ടെന്ന് സർജറി നടക്കണം. എന്നെ കാണുന്നവരും കേൾക്കുന്നവരൊക്കെ പ്രിയപ്പെട്ട ജോബിയെ സഹായിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ചേട്ടനാണിത്. കരളസുഖമായിട്ട് ചികിത്സയിലാണ്. ഡോക്ടർ കരൾ മാറ്റിവെക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിനുള്ള സാമ്പത്തികം ഇല്ല. ആൾക്ക് ഓരോ ദിവസവും വയറിൽ വെള്ളം കിട്ടുവാണ്. നമ്മൾ 4 ദിവസം കൂടുമ്പോൾ വെള്ളം കുത്തിയെടുക്കണം. ആൾക്ക് ഭക്ഷണം കഴിക്കാനോ മര്യാദയ്ക്ക് ഉറങ്ങാനോ ഒന്നും പറ്റണില്ല. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്കതിനുള്ള സാമ്പത്തികം ഇല്ല. 2 കുഞ്ഞുമക്കളും അമ്മയടങ്ങുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ചേട്ടായി. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര് കൂവപ്പടി ഐമുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഐമുറി തിരുഹൃദയ ദേവാലയത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ എമർജൻസിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ജോബി ജോസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന് ലിവർ സിറോസിസ് ആണ്. ബ്ലഡ് ഛർദ്ദിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലും വീടുമായിട്ട് കഴിയുന്ന വല്ലാത്തൊരവസ്ഥയിലാണ്. 2 പിഞ്ച് മക്കളാണ്. വളരെ എമർജൻസി ആയിട്ട് സർജറി നടത്തിയ ജീവൻ വരെ അപകടത്തിലാകുന്ന അവസ്ഥയിലാണുള്ളത്. 30 ലക്ഷം രൂപയും മുൻപോട്ടുള്ള ചികിത്സയ്ക്കും ഒരു വഴിയുമില്ലാതെയാണ് ആ പ്രിയപ്പെട്ട ജോബിയുടെ ഭാര്യയും മക്കളും നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടി കരഞ്ഞുകൊണ്ട് യാചിക്കുന്നത്. പ്രിയപ്പെട്ട ഈ പള്ളിയുടെ മുമ്പിൽ നിന്ന് സത്യസന്ധമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ കാണുന്ന ജോബിയെ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളോടൊപ്പം ഒരു നാട് മൊത്തം ഒരുമിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ ജോബിക്ക് ചെയ്തു കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വലിയൊരു കമ്മിറ്റിയും കാര്യവും നാട്ടുകാരും ഒക്കെ ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ബാക്കിയുള്ള കാരണം ഇവിടുത്തെ കമ്മിറ്റിയുടെ ഭാരവാഹി നിങ്ങളടുത്ത് പറയും. ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ ഐമുറി തിരുഹൃദയ ദേവാലയത്തിൻ്റെ വികാരി അച്ഛൻ ഫാദർ ബെന്നി പാറേക്കാട്ടിലാണ്. എൻ്റെ ഇടവകാംഗമായ ജോബി ജോസ് ലിവർ സംബന്ധമായിട്ടുള്ള ചികിത്സയിലാണ്. ഉടനടി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയില്ലെങ്കിൽ അപായമാണ്. സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്ന കുടുംബമാണ്. അപ്പോൾ അവൻ്റെ ചികിത്സയ്ക്ക് ഒരു ഭാരിച്ച തുക ആവശ്യമാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനാണ്. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് ജോബിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. വളരെ അടിയന്തരമായി ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ജീവന് പോലും അപായം സംഭവിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഈ ദൗത്യത്തിൽ എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകണം. വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കോപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ. ജോബി ജോസ് എന്ന വ്യക്തി അദ്ദേഹം കരൾ സംബന്ധമായ രോഗനിമിത്തം ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു സർജറിക്ക് വിധേയനാകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ജീവനെയും രക്ഷിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ കുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ചെറുപ്പക്കാരനായ ഈ ജോബി ജോസ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് 30 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ ലിറ്റി പ്രേക്ഷിതാരാം കോൺവെന്റ് ഐമുറി. ഇവിടെ അംഗമായ ജോബി ജോസ് ലിവർ സംബന്ധമായ രോഗത്താൽ വളരെ ക്ലേശിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും യാചിക്കുന്നു. ജോബിയുടെ ഭാര്യയുടെയും അമ്മയുടെയും പേരിലുള്ള അക്കൗണ്ടുകളാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ താഴെ വെക്കുന്നത്. ഗൂഗിൾ പേ നമ്പറുണ്ട്. ഗൂഗിൾ പേ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് അക്കൗണ്ട് വഴിയും QR കോഡ് വഴിയും നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ജോബിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.